ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ നമ്മൾ എപ്പോഴും മുട്ടക്കറി ഉണ്ടാക്കുന്നതാണ്. മുട്ട പുഴുങ്ങിയിട്ട് അല്ലെങ്കിൽ പൊരിച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. അടിപൊളിയാണ്. നമുക്ക് എല്ലാറ്റിൻ്റെയും കൂടെ പോവും. വെള്ളപ്പോ അല്ലെങ്കിൽ പത്തിരി അങ്ങനെ എല്ലാം ഇത് വെച്ചിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയേക്കുന്നത് നമ്മുടെ കലക്കി ദോശ ഉണ്ടല്ലോ, ദോശ എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു ദോശയാണ് കേട്ടോ ഞാൻ ഈ മുട്ടക്കറിയിലേക്ക് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ. രാവിലെ ഒന്ന് അരച്ച് വെച്ചിട്ടില്ലെങ്കിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കടിയാണല്ലേ കലക്കി ദോശ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിയാത്തവരും ആരും ഉണ്ടാവില്ല. ഒട്ടുമിക്ക വീട്ടുകളിലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണം. അതാവും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. വളരെ എളുപ്പത്തിൽ വറുത്തരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കണതാണ്. അരി ഒന്നും അരക്കണ്ട. അപ്പോൾ ഇനി മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഇഡ്ഡലി ചെമ്പിൻ്റെ ഒരു തട്ട് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുക. അപ്പോൾ അത് അതിലേക്ക് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരേ മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 5 കോഴിമുട്ടയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിച്ചത്. നിങ്ങൾ ഇങ്ങനെ ഒഴിക്കേണ്ട. നമ്മൾ ഇഡ്ഡലി ചെമ്പിൻ്റെ ആ ഒരു പാത്രത്തിൽ വെക്കൂല ആവി വന്നതിൻ്റെ ശേഷം, എന്നിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ നമ്മളിങ്ങനെ എടുത്തിട്ട് അതിലേക്ക് വെക്കുമ്പോൾ അങ്ങനെ കുറച്ച് പൂവും കണ്ടില്ല. അപ്പോൾ ഒഴിക്കുമ്പോൾ തന്നെ ഒരു സൈഡിൽ കൂടെ കുറച്ച് പോകുന്നുണ്ട്. ഇനി അതിൻ്റെ മീതെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഒന്ന് വെതറി കൊടുക്കുക. അപ്പോൾ ഇത് ആ ഉപ്പും കുരുമുളകൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതാ ഇഡ്ഡലി ചെമ്പിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ഞാനിതാണ് പറഞ്ഞത്, നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ ആവി വരില്ല. അതിൻ്റെ ശേഷം ഈ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് കോഴിമുട്ടയിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ പുറത്തേക്ക് പോവില്ല കേട്ടോ. ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ സബോള എടുക്കുന്നുണ്ട്. കറി വെക്കാൻ വേണ്ടി 2 സബോളയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ആൾക്കാർക്ക് അനുസരിച്ചിട്ട് കൂട്ടേ കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് 2 സബോള മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതാ പച്ചമുളക്, എരിവിനായിട്ട് നമ്മൾ കുരുമുളക് പൊടിയും പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള എരിവിനുള്ള പച്ചമുളക് എടുക്കണം. അപ്പോൾ ഞാനൊരു 3 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി. അപ്പോൾ അതും ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും ഇതാ നമ്മുടെ മുട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ. ഇതിങ്ങനെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ അതിൽ നിന്ന് ചൂടാറിയതിന് ശേഷം ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. നമ്മുടെ മക്കളൊക്കെ ചെറുതൊക്കെ ഉണ്ടെങ്കിൽ അവർ അനിയത്തിൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട പുഴുങ്ങിയതൊക്കെ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഒന്ന് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കട്ടെ. ഇനി കറി വെച്ചില്ലെങ്കിലും വേണ്ട, ഇതുപോലെ ഒന്ന് ആവി കയറ്റിയിട്ട് എടുത്ത് കഴിച്ച് നോക്കി നോക്ക്. ഇനിയിപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ച മുട്ട ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിട്ട് കൊടുക്കാനുണ്ട്. ഇനിയിപ്പോൾ കുരുമുളക് പൊടി അല്ലെങ്കിൽ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം നമ്മൾ മുന്നിട്ട് വേവിച്ചതാണല്ലോ. അപ്പോൾ അത് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് കോഴിമുട്ട പുഴുങ്ങിയിട്ട് കറി വെച്ചാൽ മതിയില്ലേ. അപ്പോൾ എന്നും ഒരേപോലെ കറി വെച്ചിട്ട് കഴിക്കുമ്പോൾ നമുക്കായാലും മക്കൾക്കായാലും വീട്ടുകാർക്കായാലും എല്ലാവർക്കും ഒന്ന് മടുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് മാറ്റി ഉണ്ടാക്കി നോക്കണമല്ലോ. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ലൊരു കറി കിട്ടുമല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ എഗ്ഗൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് ഇതാ എടുത്തിട്ടുണ്ട്. ഇനി അതേ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ വേറെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കണില്ല. ഒരു 4 ഏലക്ക, 2-3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതാ സബോള ഇട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര സബോള ഒന്നും വേണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഞാൻ കുറച്ചധികം ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് രാവിലെ ചായക്കടിയിലേക്കാണല്ലോ. പിന്നെ ഇതാ കറിവേപ്പിൻ്റെ ഇല, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. നന്നായി ഒന്ന് വാടി വരണം. അപ്പോൾ ഞാനത് അടച്ച് വെച്ചിട്ടാണ്. അടച്ച് വെച്ചാൽ പിന്നെ പെട്ടെന്ന് വാടി വരുമല്ലോ. ഉപ്പിട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ മുന്നേ തന്നെ ഉപ്പിട്ട് കൊടുക്കായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ സബോളൊക്കെ ആയി വന്നിട്ടുണ്ട്. നല്ല കളറ് മാറി വരണം. അപ്പോൾ അതിലേക്ക് ഇതാ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചധികം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിയിലേക്കുള്ളത് അടക്കം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ കുറവാണെങ്കിൽ ഇനി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാമല്ലോ. ആദ്യം തന്നെ കുറേ ഇട്ട് കൊടുക്കുകയൊന്നും വേണ്ട. നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് കേട്ടോ പൊടികളായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ. മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കണില്ല. നമുക്ക് ഈ ഒരു പൊടികൾ മാത്രം മതി ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ആ ഒരു നല്ലൊരു മണം വരുമല്ലോ, ഗരം മസാല ഒക്കെ ഇട്ട ഒരു മണം വരുമല്ലോ, അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇതാ നാളികേരപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 3-ാം പാല്, 2-ാം പാല്, 1-ാം പാല് അങ്ങനെ ആയിട്ട് 3 പാലായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 3-ാം പാലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. അപ്പോൾ എനിക്ക് ഉപ്പൊക്കെ പാകത്തിനായിരുന്നു കേട്ടോ. പിന്നെ ഉപ്പിടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊന്ന് തിളച്ചൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് കോഴിമുട്ട നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മസാലയിൽ കിടന്നിട്ട് ഒന്ന് ആ ഒരു മസാല കയ്യിലേക്ക് പിടിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം വേവിക്കാം കേട്ടോ. അപ്പോഴത്തേനും കൂട്ടാനൊക്കെ ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ അതാ ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി 2-ാം പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് മസാലകളൊക്കെ കുറച്ചിട്ട് നല്ലൊരു കറി അങ്ങനെ പറയാം കേട്ടോ. അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. നാളികേരപ്പാൽ എടുക്കാൻ സമയം വേണം. അതുപോലെ നമുക്ക് മുട്ട ആവി കയറ്റി എടുത്തിട്ട് അതിൻ്റെ ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ സമയം വേണം. അപ്പോൾ സമയമുള്ളവരൊന്നും ഉണ്ടാക്കി നോക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും.
അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കണം. ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫാക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതാ ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നാം പാൽ കുറച്ച് കട്ടിയിലാണല്ലോ, അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കുക. ഇനി സ്റ്റവൊക്കെ ഓഫാക്കി വെക്കാം കേട്ടോ. ഇനി അതിൻ്റെ മീതക്ക് കുറച്ച് തക്കാളി വേണമെങ്കിൽ ഇതുപോലെ ഒരു ഭംഗിക്ക് വേണമെങ്കിൽ ഒന്ന് അരിഞ്ഞിടാം. അപ്പോൾ അതും കൂടി അരിഞ്ഞിടുന്നുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്ക് നല്ലൊരു കറിയാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആ കുരുമുളകിൻ്റെ ഒരു ഇതും നാളികേരപ്പാലും പിന്നെ കുറച്ച് മസാലകളെല്ലാം ഉള്ളൂ. അപ്പോൾ മസാലകളൊക്കെ കുറച്ച് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാവുന്നൊരു കറിയാണ്. അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്കതൊന്ന് അതിന് കട്ടിയൊക്കെ ഒന്ന് കാണിച്ച് തരണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിളമ്പി കാണിച്ച് തരുന്നുണ്ട്. ഈ ഒരു മഞ്ഞക്കാലം അതിൻ്റെ ശേഷം ഇതുവരെയായിട്ടും ജലദോഷം മാറിയിട്ടില്ല. നമ്മൾ വീട് മാറിയതിൻ്റെ ആവും. ഇവിടെ വന്നതിൻ്റെ ശേഷം ഇവിടെ മെയിൻ റോഡാണ് എന്ന കാടിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ അത് കാരണം തോന്നുന്നുണ്ട് ജലദോഷം അങ്ങോട്ട് വിട്ടുപോകണില്ല. എന്നും ജലദോഷം. എന്നാൽ രാവിലെയൊക്കെ എണീറ്റിട്ട് കാട്ടിലേക്കൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ. നമ്മുടെ അവിടെ നിന്ന് കുറച്ച് അകലെയാണ്, എന്നാലും ഇവിടെ നിൽക്കുമ്പോൾ നല്ല വ്യൂ ആണ്. പിന്നെ ഇവിടെ വന്നതിൻ്റെ ശേഷം എന്നും രാവിലെ 2 മയിലുകൾ വരും. കാണാൻ നല്ല രസമാണ് കേട്ടോ. അത് കാരണം രാവിലത്തെ പണി കണ്ട് കുറച്ച് നേരം വൈകിട്ടേ കഴിയുള്ളൂ. അവർ വരുന്നിങ്ങനെ നിൽക്കണം കാണുമ്പോൾ കുറച്ച് നേരം നോക്കി നിൽക്കും. പിന്നെ അത് മാത്രമല്ല കേട്ടോ, എൻ്റെ ചെടികളും മുട്ടുകളൊക്കെ കൊത്തി തിന്നും. അപ്പോൾ അതിനും നോക്കാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ അതാ നമ്മുടെ കറി കണ്ടില്ലേ, നല്ല രസമുള്ള കറിയായില്ലേ. കാണാനും ഭംഗിയുണ്ട്, കഴിക്കാനും രസമുണ്ട്. ആ മുട്ടൊക്കെ അങ്ങനെ പുഴുങ്ങിയിട്ട കാരണം, പുഴുങ്ങല്ല ആവി കയറ്റിയെടുത്ത കാരണം അതിൽ ആ മസാല ഒക്കെ വരുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 5 എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അമ്മ പറഞ്ഞ് കുറച്ചും കൂടി എടുക്കാമായിരുന്നില്ലേന്ന്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. സമയമുള്ളപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ അടുത്ത് എന്തായാലും ഒന്ന് പറയണേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കണാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും ചെയ്യുക. ഇനി ഇഷ്ടമായില്ലെങ്കിലും നിങ്ങൾ വന്ന് പറയണം കേട്ടോ. അപ്പോഴല്ലേ എനിക്ക് പുതിയ വീഡിയോ ഒക്കെ ഇടുമ്പോൾ മാറ്റങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ കറിയും പിന്നെ കലക്കി ദോശയും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.